അച്ചടാ ദേ ഒരു കുഞ്ഞു കിളിക്കൂട്. മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിട്ടാണ് ട്ടോ ഇന്ന് മോർണിംഗ് ഞാൻ എഴുന്നേറ്റത്. ആ ഒരു സംഭവം നിങ്ങളെയും കൂടിയും കാണിക്കാന്ന് വിചാരിച്ച് ഓടി ചെന്ന് ക്യാമറയൊക്കെ എടുത്തിട്ട് ഞാൻ വന്നു. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, എന്റെ വീടിന്റെ മുറ്റത്തുണ്ടായ ഈ കുട്ടി കിളിക്കൂടാണ് ട്ടോ. കിളിക്കൂട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇത്തിരി പഴയ കിളിക്കൂടാണ്. എന്തായാലും കുഞ്ഞുങ്ങളും അമ്മക്കിളിയൊക്കെ നേരത്തെ തന്നെ പറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടികളുടെ ചെറിയ ഇലകളെല്ലാം ഉണങ്ങി അതിനകത്ത് വീണ് കിടക്കുന്നത്. അങ്ങനെ പഴയ കൂടാണെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് കേട്ടോ അത് ടച്ച് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കിളിക്കൂടുകളെല്ലാം കാണുമ്പോൾ ഞാൻ ഓടി ചെന്ന് അത് എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ സ്റ്റഡി ടേബിളിലെല്ലാം വെക്കുമായിരുന്നു. പിന്നീട് കുറച്ച് മെച്ചുവേർഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് ആ തള്ളക്കിളി എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ കിളികളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്ന കൂടാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഞാനത് കളക്ട് ചെയ്യാറുള്ളായിരുന്നു. പിന്നെ ഈ കിളി കൂട് വെച്ചിരിക്കുന്ന ഈ ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? കുറച്ച് നാൾ മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പം ഒരുവിധം എല്ലാ വീടുകളിലും തന്നെ ഈ ചെടികൾ ഇപ്പൊ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ കിളുന്തലകള് വെയിലടിക്കുമ്പോൾ ഇങ്ങനെ റെഡിഷ് ആയിട്ട് നിൽക്കും. അതാണ് ഈ ഒരു പ്ലാന്റിന്റെ മെയിൻ ഫീച്ചർ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് റെഡ് ലിപ് പ്ലാന്റ് എന്ന പേര് വന്നത്. ലില്ലി പില്ലി എന്ന പേരിലും ഈ പ്ലാന്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് മൂന്ന് സ്വഭാവത്തിൽ നിൽക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത്, തീരെ സൺലൈറ്റ് ഇല്ലാതെ നിൽക്കുമ്പോൾ ഈ പ്ലാന്റിന്റെ ലീവ്സ് എല്ലാം ഇങ്ങനെയായിരിക്കും കാണപ്പെടുക. നെക്സ്റ്റ് വന്നിട്ട് മിനിമം സൺലൈറ്റിലുള്ള പ്ലാന്റ്സ്, അത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലായിരിക്കും കൂടുതലും കാണപ്പെടുക. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം വിത്ത് എ ബ്രൈറ്റ് സൺലൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മെയിൻ ഫീച്ചർ ആണ് ഈ റെഡ് കളറിലുള്ള ഇതിന്റെ ലീവ്സ്. ആ ഒരു ലീവ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ബ്രൈറ്റ് സൺലൈറ്റിൽ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇവിടുത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എനിവേ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.